എന്തായാലും ആ ഒരു കുട്ടികൾ തന്നെ വാച്ച് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ആ ഒരു നെർവസ് ആവാനുള്ള കൃത്യമായി, കാരണം ഏതെങ്കിലും രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ മറ്റും അറിയിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്കുള്ള യാത്ര അത് മുടങ്ങുമല്ലോ എന്നുള്ള കാര്യത്തിലൊരു ഭയം കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതോടൊപ്പം ചേർക്കേണ്ടത് ജ്യേഷ്ഠൻ ഇപ്പോൾ ബാംഗ്ലൂർ തന്നെയാണ് എന്നുള്ളത് കൂടി കേരള പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതാണ് മറ്റൊരു ആശങ്ക. കാരണം കുട്ടി ചെന്നൈക്ക് പോയി കഴിഞ്ഞാൽ ചെന്നൈയിൽ ഇന്ന് രാവിലെ 6:30 കൂടി എത്തിയ ട്രെയിനിൽ അതിനുശേഷം ഇപ്പോൾ ഏകദേശം മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. വലിയ നഗരമാണ്. സത്യമാണ് ഉമേഷ്, അതാണ് ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. അക്കാര്യത്തിൽ കൂടി ഇപ്പോൾ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ 1 മണിക്കൂറിനുള്ളിൽ ആ CCTV മുഴുവൻ പരിശോധിച്ച് കഴിയും. ഇടവേള, അതായത് ഈ ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള, ചെന്നൈയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപുള്ള സമയത്തെ ആ ദൃശ്യങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമേഷ് ബാലകൃഷ്ണൻ അതിന്റെ വിവരങ്ങൾ കൂടി ശേഖരിക്കൂ. ഞാനൊന്ന് ദിലീപ് ദേവസ്യയിലേക്ക് പോവുകയാണ്. ദിലീപ് ദേവസ്യ, RPF-ഉമായും അന്വേഷണ ഉദ്യോഗസ്ഥരുമായും ഒക്കെ ദിലീപ് സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഐലൻഡ് എക്സ്പ്രസ് വന്ന 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെയാണ് നാഗർകോവിലിലെ ഈ സ്ഥലത്ത്, ഈ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഈ ട്രെയിൻ ഐലൻഡ് എക്സ്പ്രസ് വന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു വാർത്ത കാണിക്കാം. ഇവിടുത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇന്ന് കേരളത്തിൽ നിന്ന് താഴ്ത്തിട്ടിയ കാരണത്താൽ വീട് വിട്ടിറങ്ങിയ പെൺകുഴന്ത എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. സായാഹ്ന പത്രത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത വന്നിരിക്കുന്നത്. അതായത് ഈ കുട്ടി കേരളത്തിൽ നിന്ന് 13 വയസ്സുകാരി ട്രെയിൻ മാർഗം കന്യാകുമാരിയിലെത്തി എന്നുള്ള വലിയൊരു വാർത്തയാണ്. ഏകദേശം 1/2 പേജ് വാർത്ത തമിഴ്നാട് സായാഹ്ന പത്രം നൽകിയിട്ടുണ്ട്. അങ്ങനെ അന്വേഷണത്തിന് അതും ഒരു ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പറയേണ്ടത്, ഈ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോഴാണ് കുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ RPF കണ്ടു എന്ന് പറയുന്നത്. എൻ്റെ മുകളിൽ ദിലീപിന്റെ കയ്യിലിരിക്കുന്ന പത്രം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടി ചെന്നൈയിലേക്ക് പോയാലും ഈ സായാഹ്ന പത്രത്തിന് ചെന്നൈയിലും പ്രചാരമുള്ളതാണോ, അതോ നാഗർകോവിൽ മാത്രമാണോ? എവിടെയൊക്കെ എഡിഷൻ ഉണ്ട് ഈ സായാഹ്ന പത്രം? മാലൈ മലർ ചെന്നൈയിലും അവൈലബിൾ ആണോ? കാരണം ചെന്നൈയിൽ ഇന്ന് വൈകുന്നേരം ഇതേ പത്രം കാണുമ്പോൾ അവിടെ ഈ കുഞ്ഞ് അവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഞാനൊന്ന് ഉമേഷിലേക്ക് പോവുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, പുതിയ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? സുജയ്, ഏറ്റവും സുപ്രധാന വിവരം, കേരള പോലീസ് ട്രെയിൻ പോകുന്നതുവരെയുള്ള ദൃശ്യങ്ങൾ പൂർണ്ണമായി വിലയിരുത്തിയിരിക്കുന്നു. അതായത് 3:50 ട്രെയിനിൽ നിന്ന് ഒരു തവണ ഇറങ്ങി തിരിച്ചു കയറിയ പെൺകുട്ടി പിന്നെ ഇറങ്ങിയിട്ടില്ല. അതായത് ചെന്നൈ എഗ്മോർ ട്രെയിനിൽ തിരികെ പോയിരിക്കുന്നു. അത് ഏറ്റവും നിർണായകമായ വിവരം. ചെന്നൈ എഗ്മോർ ട്രെയിനിൽ കന്യാകുമാരിയിൽ നിന്ന് പെൺകുട്ടി തിരികെ പോയിരിക്കുന്നു. ഇനിയുള്ളത് ഈ ചെന്നൈ എത്തുന്നതുവരെയുള്ള പ്രധാന സ്റ്റേഷനുകളാണ്. ആ സ്റ്റേഷനുകളിലേക്ക് എത്തുന്നതിനിടയിൽ മറ്റെവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. എങ്കിലും കേരള പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. നിലവിൽ കേരള പോലീസ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഏകദേശം 3:50 പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങി തിരിച്ചു കയറുന്നു. അതിനുശേഷം ഒരു തവണ പോലും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഏകദേശം 6 മണിക്ക് ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ആ 6 മണി വരെ ട്രെയിനിനകത്ത് തന്നെ ഇരുന്നു. കൃത്യമായി ട്രെയിനിനകത്ത് തന്നെ ഇരുന്നു. മറ്റൊരു സ്ഥലത്തേക്കും പെൺകുട്ടി ഈ കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടില്ല. കന്യാകുമാരിയിൽ ഇറങ്ങാതെ ട്രെയിനിൽ തന്നെ ഇരുന്നു. എന്തായാലും ചെന്നൈ എഗ്മോർ, അതായത് ഐലൻഡ് എക്സ്പ്രസ് ട്രെയിൻ തന്നെയാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആവുന്നത്. എന്തായാലും ചെന്നൈ എഗ്മോർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ പെൺകുട്ടി തിരികെ പോയിരിക്കുന്നു. ഏറ്റവും നിർണായകമായ വിവരം, കന്യാകുമാരിയിൽ എത്തിയ ട്രെയിനിൽ നിന്ന് ഒരു തവണ ഇറങ്ങി തിരികെ കയറിയ ഒരു തവണ കന്യാകുമാരി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി തിരികെ കയറിയ പെൺകുട്ടി പിന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഉമേഷ് ഇപ്പോൾ കന്യാകുമാരിയിലാണ് നിൽക്കുന്നത്. ഇന്നലെ ഏകദേശം ഇതേ സമയത്ത് അവിടെ നിന്ന് പുറപ്പെട്ട ട്രെയിനാണ്. ആ ട്രെയിൻ ഇന്ന് രാവിലെ 6:33 ചെന്നൈ എഗ്മോർ പ്ലാറ്റ്ഫോം നമ്പർ 6 എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി തിരയേണ്ടത് ചെന്നൈ എഗ്മോർ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 6 ഈ ട്രെയിനിൽ ഈ കുട്ടി വന്നിറങ്ങിയിട്ട് ജ്യേഷ്ഠനെ തേടി, ജ്യേഷ്ഠന്റെ നമ്പർ ആ കുട്ടിയുടെ കയ്യിലുണ്ടോ എന്നറിയില്ല, ഒരുപക്ഷെ ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരിക്കാം. ചെന്നൈയിൽ എത്തിയതിനു ശേഷം സഹോദരനെ വിളിക്കാം എന്നായിരിക്കാം കരുതിയിട്ടുണ്ടാവുക. ചേട്ടൻ ബംഗളൂരുവിലേക്ക് പോയി എന്നുള്ളത് ആ കുഞ്ഞിനറിയില്ല, കുടുംബത്തിനും അറിയില്ലായിരുന്നു. കാരണം കുടുംബം പോലീസിനോടും പറഞ്ഞത് ചെന്നൈയിൽ എന്നാണ്. നമ്മളോട് സംസാരിക്കുമ്പോഴാണ് ഈ സഹോദരൻ താൻ ഇപ്പോൾ ബംഗളൂരുവിലാണ് എന്ന് പറഞ്ഞത്. ഈ കുഞ്ഞ് ഒരാഴ്ച മുൻപ് മാത്രമാണ് ഉമേഷ് ഈ സഹോദരനുമായി അവസാനം സംസാരിച്ചത്. അപ്പോൾ ഈ ചെന്നൈ എഗ്മോറിലേക്ക് ഈ കുട്ടി എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇതേ ചെന്നൈ എഗ്മോർ ട്രെയിൻ ഇപ്പോൾ നാഗർകോവിലിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് പുറപ്പെട്ട ട്രെയിൻ ഇപ്പോൾ നാഗർകോവിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദിലീപ് ദേവസ്യ അവിടെ തുടരുന്നുണ്ട്. ദിലീപ്, നമ്മൾ ആ കുഞ്ഞ് ചെന്നൈയിലേക്ക് എത്തുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഉമേഷ് പങ്കുവയ്ക്കുന്നത്. ദിലീപ് ഇപ്പോൾ നിൽക്കുന്ന ഇടത്തേക്ക്, നാഗർകോവിൽ ഭാഗത്തേക്ക് എത്തുന്ന ട്രെയിൻ, അത് ഇപ്പോൾ ഈ പെൺകുട്ടി ചെന്നൈയിലേക്ക് പോയിരിക്കുന്നു. ഇനി ചെന്നൈയിൽ ഇന്നത്തെ പകൽ മുഴുവൻ അവൾ അവിടെ ഉണ്ടായിരുന്നു. ജ്യേഷ്ഠനെ കണ്ടെത്താതെ ആ കുഞ്ഞ് എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്നറിയില്ല. RPF ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ദിലീപ്.
സുജിയ, എൻ്റെ പിന്നിൽ കാണുന്ന കന്യാകുമാരി ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ്. ഏകദേശം ഇന്നലെ ഇതേ സമയത്ത് കുട്ടി ഉമേഷ് പറഞ്ഞതുപോലെയാണെങ്കിൽ കുട്ടി ഈ സമയത്ത് ഇപ്പോൾ നാഗർകോവിൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാകും. അതായത് ഈ ട്രെയിൻ ഐലൻഡ് എക്സ്പ്രസ് കന്യാകുമാരിയിലെത്തി തിരിച്ചു വരുമ്പോൾ കന്യാകുമാരി ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ കുട്ടി ഇന്നലെ ഇതേ സമയത്ത് തന്നെ ഈ നാഗർകോവിൽ എക്സ്പ്രസ് നാഗർകോവിൽ ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ട്രെയിൻ തിരിച്ചു പോകുമ്പോൾ ചെന്നൈയിലോട്ട് പോകുന്നു എന്നുള്ള ആരെങ്കിലും പറഞ്ഞ് കൊടുത്തു കാണും. അപ്പോഴാണ് കുട്ടിക്ക് ഒരു പക്ഷേ ചേട്ടൻ ചെന്നൈയിലാണോ എന്നുള്ളൊരു വിവരം ലഭിച്ചിരിക്കുക. ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോകാനുള്ള എളുപ്പമാർഗ്ഗമായി ഈ ട്രെയിനിൽ ഇരിക്കാം. അതായത് ഇത്രയും കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിലെത്തുന്നു, അവിടെ നിന്ന് തിരിച്ച് വരുന്നത് വരെ ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. RPF അതുപോലെ TTA അങ്ങ് ഒന്നും തന്നെ പെടാത്തപ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ ആത്മവിശ്വാസം തോന്നിക്കാണാം. അങ്ങനെ തീർച്ചയായും കുട്ടി ഇപ്പോൾ ചെന്നൈയിലാണ്. നമ്മൾ ചെന്നൈ മലയാളികളോട് കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ദിലീപ് ദേവസ്യ വിവരങ്ങൾ കൂടുതൽ ശേഖരിച്ചോളൂ. ഉമേഷ് ബാലകൃഷ്ണൻ, റോഷിപാൽ, TV പ്രസാദ്, ഒപ്പം സുനിഷ അയലൂർ കഴക്കൂട്ടത്തുമുണ്ട്. ഐലൻഡ് എക്സ്പ്രസ് അത് എഗ്മോർ എക്സ്പ്രസ് ആണ്. ചെന്നൈയിലേക്ക് പോകുമ്പോൾ ഇന്ന് രാവിലെ 6:33 ആ പെൺകുട്ടി ചെന്നൈയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചെന്നൈയിലെ മലയാളികളോടും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന അഭ്യർത്ഥന, ഈ കുഞ്ഞിന്റെ ചിത്രമടക്കം റിപ്പോർട്ടർ പുറത്തുവിട്ടിട്ടുണ്ട്. പോലീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടുക. ചെന്നൈയിലെ മലയാളികളോടുള്ള നമ്മുടെ റിക്വസ്റ്റാണ്. നമ്മുടെ കേരളത്തിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് ജോലി തേടി താമസിക്കാൻ വന്ന കുടുംബത്തിലെ പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത്. 13 വയസ്സുണ്ട് ആ കുഞ്ഞ് ഇന്ന് രാവിലെ 6:33 വേറെ എവിടെയും ഇറങ്ങിയിട്ടില്ല എങ്കിൽ ചെന്നൈ എഗ്മോറിൽ വന്നിറങ്ങിയിട്ടുണ്ട്.